നമ്മൾ നിൽക്കുന്ന ബൂത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നടൻ മമ്മൂട്ടി അദ്ദേഹത്തിന്റെ കുടുംബം അടക്കമുള്ള ആളുകൾ വോട്ട് ചെയ്യുന്ന ഒരു ബൂത്താണ്. പക്ഷേ ഇത്തവണ അദ്ദേഹത്തിന് വോട്ടില്ല. ഇത്തവണ വോട്ടില്ല. മമ്മൂട്ടിക്ക് ഈ ബൂത്തിൽ ഇത്തവണ വോട്ടില്ല. ഇതിലില്ല. അതായത് പാർലമെന്റിലും നിയമസഭയിലും വോട്ട് അതിൽ രണ്ടിനും വോട്ട് ചെയ്തതാണ്. പിന്നെ ഇത്തവണ എന്ത് പറ്റിയെന്ന് അറിയില്ല. പുള്ളിക്ക് സുഖമില്ലായിരുന്നു, അതിന്റെ ഇതാണെന്ന് അറിയില്ല. പുള്ളിക്ക് ഇത്തവണ വോട്ടില്ല ഇവിടെ. ക്രിസ്റ്റീനയ്ക്ക് ഏറ്റവും നിരാശ നൽകുന്ന ഒരു വാർത്തകളിലൊന്നാണ്, അതായത് മമ്മൂട്ടിക്ക് വോട്ടില്ല എന്നുള്ളതാണ്. അത് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനും പാർലമെന്റ് ഇലക്ഷനും എല്ലാം വോട്ട് ചെയ്താണ് മമ്മൂട്ടിയും കുടുംബവും സകുടുംബവും വന്നാണ് ഇവിടെ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യാറുള്ളത്. ആ സമയത്ത് വലിയൊരു ക്രൗഡും നമുക്ക് കാണാറുള്ളതാണ്. പക്ഷെ ഇത്തവണ മമ്മൂട്ടിക്കും കുടുംബത്തിനും വോട്ടില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ കാര്യം. പനമ്പള്ളി നഗറിൽ കഴിഞ്ഞ തവണ വോട്ട് ചെയ്യാൻ വേണ്ടി പോയിരുന്നു, പക്ഷെ ഇത്തവണ അങ്ങനെയൊന്നും കാണാനില്ല. നിങ്ങളെല്ലാവരും രാവിലെ തന്നെ വോട്ട് ചെയ്തേക്കാന്ന് വിചാരിച്ച് വന്ന് നിൽക്കുന്നതാണോ? അത് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും തിരക്ക്? എപ്പോഴും രാവിലെ തന്നെ വരാറുണ്ട്. തിരക്ക് വരുന്നതിന് മുമ്പ് വന്ന് വോട്ട് ചെയ്ത് പോകാനാണ് ഇഷ്ടം. തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വരുന്നത്? അതെ, രാവിലെ തന്നെ. ഈ പ്രായത്തിൽ ജനാധിപത്യത്തോടുള്ള കടമ അതെ അതെ കടമ പുറത്തിട്ട് വന്നത്. ആ കടമ പറയുന്നതിൻ്റെ അകത്ത് എന്തോ ഒരു ഇല്ല. അതായത് ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും ഉത്തരവാദിത്തങ്ങളൊന്നുകൂടിയാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ഇത്തവണ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാന്നുള്ളത്. എന്തായാലും കാര്യമായിട്ട് നടക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ യുവാക്കളുടെ ഒരു വലിയ സാന്നിധ്യം ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ പ്രകടമായി തന്നെ കാണുന്നുണ്ട്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുടെ സാന്നിധ്യം. അതോടൊപ്പം തന്നെ വാശിയേറിയൊരു പോരാട്ടമാണ്. ഈ കൊച്ചി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ടുള്ള വലിയ പ്രകടനങ്ങൾ, പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം വിലയിരുത്തുന്ന ഒരു തിരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും പൂർണ്ണമായിട്ടും ഇത്തവണ ഉണ്ടാവുക. കഴിഞ്ഞ തവണ V4 കൊച്ചിയുടെ ഒരു സാന്നിധ്യമാണ് കൊച്ചി നഗരസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ കണ്ടത്. ഇത്തവണ V4 കൊച്ചിയില്ല, പകരം ആ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് 2020 ആണ് എന്നുള്ളതാണ്. പ്രകടമായിട്ട് പല ഡിവിഷനുകളിലും നമുക്ക് 2020 കാണാൻ കഴിയും. നേരത്തെ ഒരു കിഴക്കമ്പലം എന്ന് പറയുന്ന ഒരു മേഖലയിൽ മാത്രമാണ് അവർ ഒതുങ്ങി നിന്നെങ്കിൽ ഇത്തവണ വ്യാപകമായി പലയിടങ്ങളിലും അവരുടെ സാന്നിധ്യമുണ്ട്. അത് മുന്നണികളെ ഏത് രീതിയിൽ പ്രതിഫലിക്കും ഈ തിരഞ്ഞെടുപ്പിൽ എന്നുള്ളത് കൂടി കണ്ടെഴുതണം. കാരണം മറ്റ് മേഖലകളിൽ 2020 സാന്നിധ്യം ഉണ്ടാകുമോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. മറ്റൊന്ന് വിമതശല്യങ്ങളാണ്. പല മേഖലകളിലും LDFും UDFും, പ്രത്യേകിച്ച് UDF ആണ് വിമതശല്യങ്ങൾ ഏറ്റവും കൂടുതൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ അത് ഏത് രീതിയിൽ ബാധിക്കും എന്നുള്ളത് കണ്ടറിയേണ്ട, ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നായി തന്നെ മാറുന്നുണ്ട്. നഗരത്തിലുണ്ടായിരുന്ന മാലിന്യ പ്രശ്നം, അതോടൊപ്പം തന്നെ വെള്ളത്തിന്റെ പ്രശ്നം, കുടിവെള്ള പ്രശ്നത്തോടൊപ്പം തന്നെ മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന വെള്ളക്കെട്ടിന്റെ പ്രശ്നങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ 5 വർഷം കൊണ്ട് പൂർണ്ണമായും പരിഹരിച്ചു എന്നുള്ളതായിരുന്നു LDFിന്റെ കൊച്ചി നഗരസഭയെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാദം. ആ വാദങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്നുള്ളതാണ് UDF മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ടത്. നമ്മൾ ഈ പൊന്നൂരിൽ തന്നെ നമുക്ക് നിലവിൽ 3 ബൂത്തുകളാണുള്ളത്. 44-ാം ഡിവിഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 2, 3, 4 ബൂത്തുകളാണ്. ഇതിൽ 4ാമത്തെ ബൂത്തിലായിരുന്നു മമ്മൂട്ടിയും സകുടുംബം വോട്ട് ചെയ്യേണ്ടിരുന്നത്. കഴിഞ്ഞ തൃക്കാക്കര ലാൽകൃഷ്ണനാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുന്നത്. ലാല് സൂചിപ്പിച്ചതുപോലെ മുന്നണികൾക്ക് അടിയൊഴുക്കുകൾ എത്രത്തോളം ആശങ്കയുണ്ടാക്കുന്നുണ്ട് എന്നതൊക്കെ ശ്രദ്ധേയമാണ്. 2020യുടെ സാന്നിധ്യമൊക്കെ ഇത്തവണ പലയിടങ്ങളിലും സജീവമായി തന്നെ ഉണ്ട്. അതൊക്കെ കണക്ക് കൂട്ടലുകളെ ബാധിക്കുമോ എന്നുള്ള ആശങ്കയും വിലയിരുത്തലുകളും ഒക്കെ മുന്നണികൾക്കുണ്ട്. നേരത്തെ ചൂണ്ടിക്കാട്ടപ്പെട്ട പ്രാദേശിക വിഷയങ്ങൾ, കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ട് പോലുള്ള വിഷയങ്ങൾ, ഇതൊക്കെ ഇത്തവണയും തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ കാലത്ത് സജീവമായി പ്രത്യാരോപണങ്ങൾക്ക് വഴിവെച്ചിട്ടുള്ളതാണ്. എന്തായാലും ജനാധിപത്യത്തിന്റെ ഉത്സവത്തിന് തുടക്കമാകാൻ പോവുകയാണ്. ഇനി വളരെ കുറച്ച് സമയം മാത്രം, 5 മിനിറ്റ് സമയം മാത്രമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് തുടങ്ങാൻ ബാക്കിയുള്ളത്. ഇപ്പോൾ പല ബൂത്തുകളിലും വോട്ടേഴ്സിന്റെ നിര രൂപപ്പെടുന്നുണ്ട്, ക്യൂ രൂപപ്പെടുന്നുണ്ട്. ആദ്യം തന്നെ വോട്ട് രേഖപ്പെടുത്തി മടങ്ങുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരുപാട് വോട്ടേഴ്സ് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.